3 സീറ്റുകൾ മാത്രമാണ് അന്ന് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത്. ബംഗാളിൽ 2016 അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ മാറി ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് മമതയുടെ സമയത്ത് 3 സീറ്റുകൾ മാത്രമാണ് അന്ന് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് 3 ഇപ്പോൾ അവർ ഒറ്റക്ക് അധികാരം. ഇതിൽ ഒരു വലിയ പങ്കാളികൾ പഴയ CPM ആയിരുന്ന ആളുകളാണ് ഇപ്പം ബി ജെ പിൻ്റെ ഭാഗമായി മാറിയത്. അപ്പം ബംഗാളിൽ അങ്ങനെ സംഭവിക്കുമെങ്കിൽ കേരളത്തിൽ ഇന്നത്തെ ഈ ദൂഷിതമായ അന്തരീക്ഷത്തിൽ പാർട്ടി ലീഡർഷിപ്പ് ഇല്ല. പാർട്ടി ലീഡർഷിപ്പ് അണികൾക്ക് വിശ്വാസമില്ല. പുതിയൊരു ലീഡർഷിപ്പ് എമർജ് ചെയ്ത് വരുന്ന ആരാ? ഇപ്പം പുതിയതായിട്ട് വരുന്ന ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം സ്വരാജിനെ പോലുള്ള ആൾ, അദ്ദേഹം നാട്ടുകാർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് തിയറട്ടീഷ്യനാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ ഒരു കേരളത്തിലെ CPM ലീഡർഷിപ്പിൽ യങ്സ്റ്റേഴ്സിലേക്ക് നോക്കിയാൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മുഖം പോലുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പാർട്ടിക്കകത്തുള്ള ആളെ വെച്ചിട്ടല്ലേ അവർക്ക് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ കഴിയും. എങ്ങനെയാണ് അവർ ഈ പാർട്ടിയെ വീണ്ടും കെട്ടിപ്പടുക്കാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാം? ഇതിൽ എനിക്ക് പ്രതീക്ഷയുള്ള ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് വന്ന ഒരു വലിയ സമരമുണ്ട്. കുഞ്ഞികൃഷ്ണൻ, DK ഗോവിന്ദനും G സുധാകരനൊക്കെ ആ സമരത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. അവർക്ക് പിന്നിൽ നിൽക്കുന്ന ഒരു വലിയ പാർട്ടി കേഡർ സമൂഹമുണ്ട്. അവർ എമർജ് ചെയ്ത് വരികയും അവരവരുടെ രാഷ്ട്രീയം എൻഡോഴ്സ് ചെയ്ത് പറയുകയും ചെയ്താൽ ഒരു രാഷ്ട്രീയ സമരത്തിന് കേരളത്തിൽ സാധ്യതയുണ്ട്. അതിലേക്ക് പോവുകയാണെങ്കിൽ CPMന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാരുടെ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കാനും ഒരു സമരസംഘടനയായിട്ട് മാറാൻ സാധിക്കും. 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിലേക്ക് മടങ്ങി പോവുക, പുതിയൊരു സമര സംഘടനയായിട്ട് അതിനെ റീബിൽഡ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ BJPക്ക് വഴി ഒഴിഞ്ഞു കൊടുത്തിട്ട് വഴി മാറിപ്പോവുക. അതായത് വളരെ ക്ലിയർ ആയിട്ട് നോക്കിയാൽ അടുത്ത 5 വർഷത്തിനകം കേരളത്തിലെ CPMനകത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സെൽഫ് ക്ലീനിങ് സംവിധാനം ഉണ്ടാക്കിയ പാർട്ടിയെ അടിമുടി അഴിച്ചു പണിയുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു പ്രതിപക്ഷം വേണം. ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള പാർട്ടികൾ അധികാരത്തിൽ വരുന്നു. അധികാരത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി പ്രശ്നങ്ങളുണ്ടാവും, ജനങ്ങൾക്കിടയിൽ അസംതൃപ്തി വളരും. ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ജനങ്ങളെ സംഘടിപ്പിക്കാൻ, ജനങ്ങൾക്ക് വിശ്വാസം നൽകാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് CPMന് പുതുതായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ, ജനങ്ങളുടെ വിശ്വാസം തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അൾട്ടിമേറ്റ്ലി അത് BJP എന്നുള്ളതായിരിക്കും. അതെ.